എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി ഏറ്റെടുക്കാനുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും ഇവിടെ മരണത്തിൻ്റെ സുഖം ഏറ്റെടുക്കാനുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥമായ തനി സ്വഭാവമാണ് മാലിക് ദീനാർ തങ്ങളുടെ ഈ ചാരത്തേക്ക് വന്നപ്പോൾ ഇവിടെ കാണുന്ന എത്ര വലിയ പണക്കാരുണ്ട്, എത്ര വലിയ പാവപ്പെട്ടവരുണ്ട്, എല്ലാ ആളുകളും തോളോട് തോള് ചേർന്നാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അഹങ്കാരങ്ങളും, എല്ലാ അസൂയകളും, എന്ത് വിദ്വേഷമുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം അവസാനിച്ചു പോയി. എൻ്റെ കയ്യിൽ അത്ര പണമുണ്ട്, ഇത്ര പണമുണ്ട്, യാതൊരു പണത്തിൻ്റെ പവർ പറയാതെ എല്ലാ ആളുകളും ഇങ്ങനെ അണിയണിയായി ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഞങ്ങളും ഒരു ദിവസം പോകാനുണ്ട് ഈ സ്ഥലത്തിലേക്ക്. അല്ലാഹു തആല നമ്മുടെ ഖബർ ജീവിതം പോകുന്നതിന് മുമ്പായി നല്ല സ്വഭാവത്തോടു കൂടെ മരിച്ച് നാളെ ഖബറിൽ നല്ല നിലക്ക് സുഖത്തോടെ കിടക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഖബറുകളെല്ലാം കാണുമ്പോൾ എൻ്റെയും നിൻ്റെയും, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങളുടെയും എല്ലാവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടാകും. മരണസമയത്ത് നല്ലൊരു ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ഒരു മനുഷ്യൻ്റെ തനി സ്വഭാവം മനസ്സിലാകുന്നത് ആ മനുഷ്യൻ എത്ര വലിയ കോജയായി നടന്നാലും, എത്ര വലിയ തങ്ങളായി നടന്നാലും അവൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കുന്നത് അവൻ്റെ ആഖിബത്ത്, അവസാനത്തെ വിജയമാണ്. അവസാനം അവന് മരണപ്പെടുന്ന സമയത്ത് അവൻ്റെ കലിമ എങ്ങനെയുള്ള കലിമയായിരിക്കണമെന്നാണ് നാം പലപ്പോഴും ചിന്തിച്ചു പോകേണ്ടത്. അവിടെയാണ് മുസ്ലിമായ മനുഷ്യനും മുസ്ലിം അല്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വേർതിരിവ് നാം കണ്ടു മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സ്ഥലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിൽ നിറഞ്ഞ എല്ലാ അസൂയകളും, എല്ലാ വിദ്വേഷങ്ങളും, എല്ലാ ഫിത്നകളും, എല്ലാ ഫസാദുകളും ഇവിടെ തന്നെ മാറ്റിവെക്കുക. നാളെ ഇവിടത്തേക്ക് ബാക്കി വെച്ച് ആരും പോകരുത്. ആരും ഇവിടെ രക്ഷപ്പെട്ട ചരിത്രമേ ഇല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും മരണം നന്നായി മരിക്കാനുള്ള പ്രാർത്ഥന നിരന്തരമായിരിക്കട്ടെ. എപ്പോൾ മരിക്കും, എവിടെ മരിക്കും, ഏത് സ്ഥലത്ത് വെച്ച് മരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ആഖിബത്ത് സലാമത്താക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം.